കഴിഞ്ഞ ഏപ്രിൽ 20 കാലിക്കറ്റ് എയർപോർട്ടിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക്, ബാംഗ്ലൂരിൽ നിന്ന് ജപ്പാൻ എയർലൈനിൽ അമേരിക്കയിലെ ഹവായിലേക്ക്, അമേരിക്കയുടെ 50ാമത്തെ സ്റ്റേറ്റാണ് ഹവായി. ഐക്യരാഷ്ട്രസഭയുടെ കീഴിൽ നടക്കുന്ന പീസ് കോൺഫറൻസിലേക്ക് മുഖ്യാതിഥിയായാണ് ക്ഷണിക്കപ്പെട്ടതും യാത്രാ ചെലവുകൾ, ടിക്കറ്റ് എല്ലാം അവർ നൽകിയതും. ഹവായി ചെന്നപ്പോഴാണത് വലിയ ദ്വീപ് സമൂഹമാണ്. അവിടെയാണ് 2ാം ലോക മഹായുദ്ധകാലത്ത് അമേരിക്കയുടെ ഏറ്റവും വലിയ ഹാർബറിൽ ഒന്നായ പേൾ ഹാർബർ ജപ്പാൻ ബോംബിട്ട് തകർത്തു. പകരം ജപ്പാനിൽ ഹിരോഷിമയിലും നാഗസാക്കിയിലും അമേരിക്ക അണുബോംബിട്ട് തകർത്തു. ലോകം മുഴുവൻ കരുതി ജപ്പാൻ തകർന്ന് തരിപ്പണമായി, ഇനി ലോകചരിത്രത്തിൽ ഭൂപടത്തിൽ ജപ്പാൻ ഉണ്ടാവില്ല. പക്ഷേ വളരെ കുറഞ്ഞ കാലം കൊണ്ട് ജപ്പാൻ വികസിത രാജ്യങ്ങളിൽ വളരെ മുന്നേറുകയായി. പലപ്പോഴായി വായിച്ചിട്ടുണ്ട് ജപ്പാൻ്റെ ആയുർദൈർഘ്യവും അവരുടെ ആരോഗ്യവും അവരുടെ വിനയവും അവരുടെ അച്ചടക്കവും വൃത്തിയും ഹൈജീനിക്കുമെല്ലാം. ഫുട്ബോൾ ലോകകപ്പ് നടന്നപ്പോൾ കഴിഞ്ഞ ഉടനെ തന്നെ എല്ലാം വൃത്തിയാക്കിയിട്ടേ ജപ്പാൻ കളിക്കാർ ഗ്രൗണ്ടിൽ നിന്ന് കയറിയിരുന്നു എന്നൊക്കെ വായിച്ചിരുന്നു. പക്ഷേ ജപ്പാൻ എയർലൈനിൽ കയറിയപ്പോൾ ആ കൗണ്ടറിൽ ഇരിക്കുന്നത് മലയാളികളായ സുഹൃത്തുക്കളാണ്. അവരുടെ വിനയം, അവരുടെ സ്വഭാവം. അപ്പം മലയാളികളാണെങ്കിൽ പോലും അങ്ങ് എത്തുന്നത് വരെയും ആ എയർലൈൻ ഉദ്യോഗസ്ഥന്മാരുടെ, സുഹൃത്തുക്കളുടെ സ്നേഹവും പെരുമാറ്റവും വല്ലാതെ ആകർഷിച്ചു. ഇത് നൽകുന്ന പാഠം മലയാളികൾക്കും ഇതൊക്കെ മാറ്റിയെടുക്കാൻ കഴിയുമെന്നാണല്ലോ. നമ്മളൊക്കെ ജപ്പാൻ ആയുർദൈർഘ്യത്തെക്കുറിച്ച് പഠിക്കണം. എന്താണ് 100ഉം 110ഉം 120ഉം ലോകത്തെ ഏറ്റവും കൂടുതൽ ആയുർദൈർഘ്യം ജപ്പാനിലല്ലേ? അവർ ഹൈജീനിക്കാകുന്നത്, വൃത്തിക്ക് നൽകുന്ന പ്രാധാന്യം, അവർക്ക് സോറി പറയാൻ മടിയില്ലാത്തത്, അവർക്ക് അഹങ്കാരങ്ങൾ തൊട്ട് തീണ്ടാത്തത്. ഇന്ന് ലോകത്ത് 5ാമത്തെ സാമ്പത്തിക ശേഷിയുള്ള രാജ്യമാണ് ജപ്പാൻ. എന്നാൽ നാഗസാക്കി, ഹിരോഷിമ അണുബോംബ് ലോകത്ത് ജപ്പാനിൽ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. ഇന്നും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ 10-70 കൊല്ലങ്ങളായിട്ടും കഴിഞ്ഞിട്ടില്ല. എന്നിരുന്നാലും അവർ വിദ്യാഭ്യാസത്തിന് നൽകുന്ന പ്രാധാന്യം, ഹൈജീനിക്ക് നൽകുന്ന പ്രാധാന്യം, സ്വഭാവ സംസ്കരണത്തിൽ നൽകുന്ന പ്രാധാന്യം, ഇതാണ് ജപ്പാനെ ലോകരാഷ്ട്രങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമാകുന്നത്. അവർ ഏറ്റവും പ്രാധാന്യം കൽപ്പിച്ചത് വലിയ കെട്ടിട സമുച്ചയങ്ങൾ പടുത്തുയർത്താനല്ല, മരച്ചുവട്ടുകളിലും പാലച്ചുവട്ടുകളിലും 1ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് നല്ല സൈക്കോളജിസ്റ്റുകളായ ടീച്ചർമാർ വന്ന് കുട്ടികളുടെ മനസ്സറിഞ്ഞ് ക്ലാസ് എടുത്തതാണ്. നമ്മുടെ കുട്ടികൾക്ക്, നമ്മുടെ നാട് നന്നാകാൻ ഇതുപോലുള്ള മാതൃകകളൊക്കെ വായിക്കുന്നതും അപ്ഡേറ്റ് ചെയ്യുന്നതും വളരെ നന്നായിരിക്കും.